മനുഷ്യനായി ജീവിച്ച് ബോറടിച്ചപ്പോഴാണ് ജപ്പാൻ പൗരനായ ടോക്കോ എന്നയാൾക്ക് നായയായി മാറാൻ ആഗ്രഹം തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല. $14,000 ഏകദേശം 12 ലക്ഷം രൂപ ചെലവഴിച്ച് നായയുടെ വേഷം വാങ്ങിച്ചു ധരിക്കുകയും ചെയ്തു. നായയുടെ വേഷത്തിൽ ജീവിക്കുന്നതിൻ്റെ വിശേഷങ്ങളെല്ലാം തൻ്റെ യൂട്യൂബ് ചാനലിലും ട്വിറ്റർ പേജിലുമൊക്കെ പങ്കുവെക്കാറുണ്ട്. ഐ വാണ്ട് ടു ബി ആൻ അനിമൽ എന്ന യൂട്യൂബ് ചാനലാണ് നായയായി മാറിയതിനു ശേഷമുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ളത്. നായയെപ്പോലെ ജീവിക്കണമെന്നത് ചെറുപ്പം മുതലേയുള്ള ആഗ്രഹമായിരുന്നുവെന്നാണ് ടോക്കോയുടെ വാദം. എന്നാൽ ഇപ്പോഴിതാ തനിക്ക് നായയായുള്ള ജീവിതം മടുത്തുവെന്നാണ് ടോക്കോ പറയുന്നത്. അടുത്തിടെ ഒരു ജാപ്പനീസ് വാർത്താ ഔട്ട്ലെറ്റിനോട് സംസാരിക്കുമ്പോഴായിരുന്നു താൻ പുതിയ മൃഗമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന കാര്യം വെളിപ്പെടുത്തിയത്. താൻ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന 4 മൃഗങ്ങളുണ്ടെന്നും എന്നാൽ അവയിൽ 2 എണ്ണം സാധ്യമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നായവേഷത്തിൽ വേഗത്തിൽ അഴുക്കും പൊടിയുമാകുന്നുണ്ട്. അതുകൊണ്ട് ഓരോ തവണ വൃത്തിയാക്കാനും വളരെയധികം സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു മൃഗമായി മാറാൻ താൻ ആഗ്രഹിക്കുന്നു. പൂച്ചയോ കുറുക്കനോ പാണ്ടയോ ആകാനാണ് താല്പര്യം. ടോക്കോ ഇങ്ങനെയാണ് പറഞ്ഞത്. പൂച്ച ചെറിയ മൃഗമായതിനാൽ അതാകാൻ താല്പര്യമില്ലെന്നാണ് ടോക്കോ വ്യക്തമാക്കുന്നത്. പാണ്ടയും കുറുക്കനുമാണ് ഇനി ലിസ്റ്റിലുള്ളത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പരസ്യങ്ങൾക്കും സിനിമകൾക്കുമെല്ലാം കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തു നൽകുന്ന ജാപ്പനീസ് കമ്പനിയായ സെപ്പെറ്റ് ടിവിയാണ് ടോക്ക് വസ്ത്രം നിർമ്മിച്ചു നൽകിയത്. ഏകദേശം 40 ദിവസം സമയമെടുത്താണ് നായ വസ്ത്രം ഡിസൈൻ ചെയ്തത്. 1 വർഷം മുൻപ് ടോക്കോ ഒരു റിയലിസ്റ്റിക് ഡോഗ് സ്യൂട്ട് ധരിച്ച് തൻ്റെ പരിവർത്തനം ആരംഭിക്കുകയും ഒരു മൃഗമാകാൻ ആഗ്രഹിച്ചതിനാൽ ആ ആഗ്രഹം നിറവേറ്റാൻ ഏതറ്റം വരെ താൻ പോകുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതിനുശേഷം തൻ്റെ രോമങ്ങൾ നിറഞ്ഞ ജീവിതശൈലി തൻ്റെ ദിനചര്യയിൽ തടസ്സമില്ലാതെ സമന്വയിപ്പിക്കുന്ന വീഡിയോകളും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോഗിൻ്റെ പാത്രത്തിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ നായകളുടെ ഭക്ഷണം ആവശ്യപ്പെടുന്നതായി കാണിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. വീഡിയോ പുരോഗമിക്കുമ്പോൾ അയാൾ ഭക്ഷണത്തിനായി അക്ഷമനായി കാത്തിരിക്കുന്നുണ്ട്. ഒരു വ്യക്തി അയാൾക്ക് ഭക്ഷണം വിളമ്പുന്നു. അത് അവൻ വേഗത്തിൽ പൂർത്തിയാക്കുന്നുമുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.